പുരുഷന്മാരോട് ഫോണിൽ അശ്ലീലം സംസാരിക്കുക അതുതന്നെയായിരുന്നു തന്റെ ജോലിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഫർഹാൻ ആ ഒരു ജോലി ഉപേക്ഷിക്കുവാനായും തീരുമാനിക്കുന്നു. പക്ഷേ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഇരട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് കുറച്ചു നാൾ കൂടി നിൽക്കാമെന്നും ഫർഹാന തീരുമാനിക്കും. പക്ഷേ തനിക്ക് വരുന്ന കോളൊന്നും ഫർഹാൻ അറ്റൻഡ് ചെയ്യുവാനായിട്ടും തയ്യാറായതേയില്ല. അതുകൊണ്ട് തന്നെ അവൾക്കുള്ള ആ ഒരു മാർക്കെല്ലാം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ശമ്പളവും കുറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദയാളൻ എന്നൊരാളിന്റെ കോൾ വരുന്നത്. ഫർഹാന കോൾ എടുക്കും. പക്ഷേ സാധാരണ പുരുഷന്മാരെ പോലെ ആയിരുന്നില്ല ദയാളൻ സംസാരിച്ചത്. ഫർഹാന ആഹാരം കഴിച്ചോ, എന്തു ചെയ്യുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദയാളൻ സംസാരിക്കുന്നത്. പക്ഷേ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പാടില്ല. മറ്റൊരു പേരിലാണ് ഫർഹാന സംസാരിക്കുന്നത്. അങ്ങനെ ദയാളനുമായിട്ട് നല്ല കമ്പനിയാവുകയാണ് ഫർഹാന. പക്ഷേ മറ്റുള്ളവരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതിന് ദയാളൻ ഫർഹാനെ സമ്മതിക്കുന്നതേയില്ല. എപ്പോഴും ദയാളൻ തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. മണിക്കൂറോളം ആ ഒരു കോൾ അങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു. അത് കാരണം ഫർഹാനയാണെങ്കിലോ അവരുടെ ലിസ്റ്റിൽ ഫസ്റ്റ് എത്തുകയാണ്. അവൾക്ക് ഇൻക്രിമെന്റും കൂടിക്കൊണ്ടേയിരുന്നു. അതോടുകൂടി ഫർഹാനയ്ക്കും സന്തോഷമാകും. എന്നാൽ ഫർഹാനയ്ക്ക് ദയാളനോട് ചെറിയൊരു അട്രാക്ഷനൊക്കെ തോന്നുന്നു. തന്റെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത സ്നേഹവും പരിഗണനയും ഒക്കെ ദയാളനിൽ നിന്നും അവൾക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ആരാണ് എന്നുള്ള സത്യം അവൾ തുറന്നു പറയുകയാണ്. അങ്ങനെ ദയാളനെ നേരിട്ട് കാണുവാനായും തീരുമാനിച്ചു. ഒരു പെരുന്നാൾ ദിവസം ദയാളനായിട്ടുള്ള ബിരിയാണിയുമായിട്ട് ഫർഹാന നേരെ മെട്രോ സ്റ്റേഷനിലേക്കും എത്തുന്നു. ഫർഹാന പോകുന്നത് ഫർഹാനയുടെ ഭർത്താവ് കാണുകയുണ്ടായി. അതേ സമയമായിരുന്നു ഫർഹാനയ്ക്ക് നിത്യയിൽ നിന്ന് കോള് വരുന്നത്. അവർക്കൊപ്പം വർക്ക് ചെയ്യുന്ന സോഫി എന്ന പെൺകുട്ടി മരണപ്പെട്ടു പോയി. ഇതുപോലെ ഫോൺ വിളിച്ച് പരിചയപ്പെട്ട ആളുമായിട്ട് ഹോട്ടൽ റൂമിൽ പോയതാണ്. അവിടെ വെച്ച് അവളെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയെന്ന്. അതറിഞ്ഞതോടുകൂടി ഫർഹാനയ്ക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അവൾ ദയാളനെ കാണാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ അതേ സമയം ഫർഹാനെ അന്വേഷിച്ച് മെട്രോ സ്റ്റേഷനിൽ ദയാളനെത്തിയിരുന്നു.